നമ്മളിപ്പോൾ മുംബൈയുടെ തിരക്കുകളിൽ നിന്നും മാറി അകലെയുള്ള ഗാരാപുരി എന്ന ദ്വീപിലെ എലഫൻ്റ് കേവിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എലഫൻ്റ് കേവിന് ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാനുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. എലിഫൻ്റ ഗുഹകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് ഈ ഗുഹകൾ. ഗരാപുരി അതായത് ഗുഹകളുടെ നഗരം എന്നാണ്. എന്നാൽ പിന്നീട് പോർച്ചുഗീസുകാർ ഇവിടെ വന്ന സമയത്ത് കരിങ്കല്ലിൽ തീർത്ത ഒരു വലിയ ആനയുടെ ശില്പം അവർ ഇവിടെ കണ്ടു. അങ്ങനെയാണ് അവർ ഈ സ്ഥലത്തിന് എലിഫൻ്റ എന്ന് പേരിട്ടത്. 5-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ഗുഹകൾ നിർമ്മിക്കപ്പെട്ടത്. ഒരൊറ്റ വലിയ പാറ വെട്ടിയെടുത്ത് റോക്ക് കട്ട് ആർക്കിടെക്ചർ നിർമ്മിച്ചതാണ് ഈ അത്ഭുത ഗുഹ. ഇവിടെ പ്രധാനമായും 7 ഗുഹകളാണ് ഉള്ളത്. ഇതിനെ 2 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിൽ 5 ഹിന്ദുമത ഗുഹകളും രണ്ടാമത്തെ ഗ്രൂപ്പിൽ 2 ബുദ്ധമത ഗുഹകളും ആണുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ ഗുഹയാണ് കേവ് 1. ഇത് പ്രധാനമായും പരമശിവന് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് 20 അടി ഉയരമുള്ള ത്രിമൂർത്തി ശില്പമാണ്. ശിവന്റെ 3 ഭാവങ്ങളായ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയാണ് ഈ ശില്പം കാണിക്കുന്നത്. ഇതിനു പുറമെ അർദ്ധനാരീശ്വരൻ, നടരാജൻ, ഗംഗാധരൻ തുടങ്ങി ശിവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി അതിമനോഹരമായ ശില്പങ്ങൾ ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട്. 1ാമത്തെ ഗുഹ കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ഹിന്ദു ഗുഹകൾ അല്പം തകർന്ന അവസ്ഥയിലാണെങ്കിലും പൗരാണിക വാസ്തുവിദ്യയുടെ സൗന്ദര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കുറച്ചുകൂടി കിഴക്ക് മാറി കുന്നിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ 2 ഗുഹകൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ പഴയകാല ബുദ്ധ സ്തൂപങ്ങളും അവശിഷ്ടങ്ങളും പാറ വെട്ടിയുണ്ടാക്കിയ വലിയ വാട്ടർ ടാങ്കുകളും കാണാം. ചരിത്രവും കലയും ഇഷ്ടപ്പെടുന്ന ഏതൊരാളും മുംബൈയിൽ വന്നാൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് എലിഫൻ്റ കേവ്. ഇന്ത്യയുടെ പൗരാണിക ശില്പകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. ഇവിടേക്ക് എത്തിച്ചേരാനുള്ള മാർഗം മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ ഗേറ്റ് നമ്പർ 1ൻ്റെ അടുത്ത് നിന്നും ഫെറി സർവീസ് ലഭ്യമാണ്. 1 മണിക്കൂർ ഫെറിയിൽ യാത്ര ചെയ്ത് ഗരാപുരി എന്ന് പറയുന്ന ദ്വീപിലെത്തിച്ചേരും. ഗരാപുരി ദ്വീപിൽ നിന്ന് നമുക്ക് ടോയ് ട്രെയിൻ ഉണ്ട്. ഈ ടോയ് ട്രെയിൻ എലഫൻ്റ കേവിന് അടിഭാഗം വരെ എത്തിച്ചേരും. അവിടെ നിന്ന് നമ്മൾ എലഫൻ്റ കേവിലേക്ക് പടികൾ കയറി മുകളിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്.